അതുല്യ നടൻ ഭരത് ബാലൻ കെ നായർ അരങ്ങൊഴിഞ്ഞിട്ട് ഇന്നേക്ക് കാൽനൂറ്റാണ്ട്. ത്രസിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ആ പ്രതിഭ വിടവാങ്ങിയത് 2000 ഓഗസ്റ്റ് 26-നാണ്. കോഴിക്കോട്ട് ഒരു മെക്കാനിക്കായി ജീവിതം ആരംഭിച്ച് പിൽക്കാലത്ത് അഭിനയകലയുടെ കൊടുമുടി കീഴടക്കിയതാണ് ബാലൻ കെ നായരുടെ ജീവചരിത്രം. നാടകകലയുടെ ശക്തമായ അടിത്തറയിൽ നിന്ന് അഭ്രപാളിയുടെ ആകാശത്തേക്ക് പറന്നുയർന്നതാണ് ബാലൻ കെ നായരുടെ കലാജീവിതം. അഭിനയകല അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധ വാസനയായിരുന്നുവെന്ന് വേണം വിലയിരുത്താൻ. അഭ്രപാളികളിൽ ഏറെയുമെത്തിയത് വെറുക്കപ്പെടുന്ന വില്ലനായി. എന്നാൽ അപൂർവമായി വീണുകിട്ടിയ അവസരങ്ങളിൽ അഭിനയ തികവിൻ്റെ പവിഴം ചാർത്തി ബാലൻ കെ നായർ ഭരത് ബാലൻ കെ നായരായി. നേരവും കാലവും ഒക്കെ നോക്കാതെ അവനോട് കയറി ഇറങ്ങുന്നതൊക്കെ ശരി. ചാത്തൂണിയുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ മോളെ ഇങ്ങനെ പാതിരയ്ക്ക് അവന്റെ കൂടെ തനിച്ചു വിടുന്നത് എന്താടി വിട്ടാല്? ഒന്നുമില്ലേ എടീ, 14 വയസ്സുണ്ടാവും വാസു എന്റെ കൂടെ ചേരുമ്പോ. ഞാൻ കൂടുതൽ ഒരു ഷാപ്പ് നടത്തുന്ന കാലത്ത്. കഴിഞ്ഞ പ്രതാപം ഒന്നും പറയണ്ട. പ്രതാപല്ല, എന്റെ മോളും അവനും അന്നു തൊട്ടുള്ള കൂട്ട. അവരങ്ങനെയാ വളർന്നത്. അതന്ന്. ഇപ്പൊ ശാരദ കുഞ്ഞല്ല, പ്രായം നികഞ്ഞ പെണ്ണ. നാട്ടുകാർ വല്ലതും പറയും. എന്ത് പറയാൻ? എന്റെ മോളെ ഞാൻ അവനെ വെട്ടിച്ചു കൊടുക്കാനാ നിശ്ചയിച്ചത്. ഓഹോ, നിശ്ചയിച്ചോ? അതെ, നിശ്ചയിച്ചു. 1972 പുറത്തുവന്ന നിഴലാട്ടമാണ് ആദ്യ ചിത്രം. പിന്നീട് സിനിമാ രംഗത്ത് സജീവമായ ബാലൻ കെ നായർ 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ വേഷങ്ങൾക്കിടെ അതിഥി, തച്ചോളി അമ്പു എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച അഭിനയത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഓപ്പോളിലെ പരിവർത്തനപ്പെട്ട സൈനിക ഓഫീസറുടെ വേഷത്തിന് 1981 മികച്ച നടന് രാഷ്ട്രം നൽകുന്ന പരമോന്നത ബഹുമതിയായ ഭരത് അവാർഡും ബാലൻ കെ നായരെ തേടിയെത്തി. ആറാട്ട്, തച്ചോളിയമ്പു, അങ്ങാടി, തുഷാരം, വളർത്തുമൃഗങ്ങൾ, ഈ നാട്, മൂർഖൻ, കോളിളക്കം, ആൾക്കൂട്ടത്തിൽ തനിയെ, 1921, ആര്യൻ, ഒരു വടക്കൻ വീരഗാഥ എന്നിവ ബാലൻ കെ നായരുടെ പ്രശസ്തമായ ചിത്രങ്ങളിൽ ചിലതാണ്. മന്ത്രിയെ കാണാൻ അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്ന്? ആരോട്? എഴുന്നേൽക്കണം. സന്ദർശകർക്ക് ഇരിക്കാനുള്ളതല്ലേ ഇതൊക്കെ? എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ അടിച്ചു നിന്റെ എല്ലൊടിക്കും. ഈ ശരീരത്തിലെ എല്ലുകൾ താൻ പലപ്പോഴായി തല്ലിയൊടിച്ചതല്ലേ? 48-ലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എന്നെ പുൽപ്പള്ളിക്കാട്ടിൽ വെച്ച് ഇരുട്ടിനെ പോലും നശിപ്പിക്കത്തക്ക വിധം താൻ തല്ലി ചതച്ചില്ലേ? അന്ന് താനൊരു കോൺസ്റ്റബിൾ ആയിരുന്നു. 54-ലെ മിച്ചഭൂമി സമരം നയിച്ചതിന് കക്കയിൽ ലോക്കപ്പിൽ വെച്ച് എന്നെ തേജോവധം ചെയ്തില്ലേ? അന്ന് താനൊരു സബ് ഇൻസ്പെക്ടറായിരുന്നു. അധികാരമോഹികളുടെ കൂറയ്ക്ക് കൂട്ടുനിന്ന് താൻ പിന്നീട് നേടിയെടുത്തതല്ലേ ചുമലിൽ കാണുന്ന ഈ പുതിയ ചിഹ്നങ്ങൾ? 1990 പുറത്തുവന്ന കടവിലെ തോണിക്കാരനാണ് അവസാന വേഷം. ഈ ചാത്തുണ്ണിയേട്ടനെ കൊണ്ട് തോറ്റി നീ എങ്ങനെ നടക്കി നിർത്തും? ചാത്തുണ്ണിയേട്ടനെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് ഇന്ന് ഷാപ്പ് നടത്തിയ കാല. അന്നത്തെ കുപ്പായം തന്നെയത്. എന്താ എഴുതിട്ട്? ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് കഴിക്കുന്ന നിനക്ക് മതി. അവിടെ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല, അതുകൊണ്ടല്ല. ചാത്തുണ്ണേട്ടാ, ചാത്തുണ്ണിയേട്ടന് കുടിക്കാൻ വേണ്ടത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്നിങ്ങനെ ഞാനെന്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചോ? ഏപ്രിൽ 4 കോഴിക്കോട് ചേമഞ്ചേരിയിൽ ജനിച്ച ബാലൻ കെ നായർ വിട പറഞ്ഞത് 2000 ഓഗസ്റ്റ് 26-നാണ്. അവസാന കാലത്ത് ഒരുപാട് നാൾ അർബുദത്തോട് മല്ലിട്ടാണ് മഹാനടൻ അരങ്ങൊഴിഞ്ഞത്. വിട പറഞ്ഞ് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴും നടനരംഗത്ത് അദ്ദേഹം സൃഷ്ടിച്ച അനശ്വരതയ്ക്ക് മങ്ങലില്ല. മലയാള സിനിമയിലെ പുരുഷഗർജനമായി ഇന്നും ഭരത് ബാലൻ കെ നായർ വാഴ്ത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് STV.